1.5 കൊല്ലം ഉണ്ടാവും. ഏകദേശം നമ്മുടെ മലപ്പുറം ഫസ്റ്റില് മീറ്റപ്പ് നടന്നപ്പോ, അതായത് വലിയ മീറ്റപ്പ് നടന്നപ്പോ മണിസാറും ബഷീർ സാറൊക്കെ ഉണ്ട് ഫസ്റ്റത്തെ മീറ്റപ്പ് നടന്നപ്പോ. അതിന്റെ മുമ്പ് നടന്നതൊക്കെ പറഞ്ഞാല് ഓഫീസിൽ വെച്ചിട്ടുള്ള ലീഡേഴ്സ് മീറ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. മീറ്റപ്പ് ആയിട്ട് നടന്നിട്ടില്ല. ലീഡേഴ്സ് മീറ്റിംഗ് ഓഫീസിൽ വെച്ച് പല പ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ലീഡേഴ്സ് മീറ്റിംഗ് തീരുമാനിച്ചതനുസരിച്ച് മലപ്പുറത്ത് ഒരു വലിയ മീറ്റപ്പ് സംഘടിപ്പിച്ചു. ആ സംഘടിപ്പിച്ചതിൽ മണിസാറും ബഷീർ സാറൊക്കെ ഉണ്ട്. കേൾക്കുമ്പോ നല്ല സന്തോഷല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം 1000-ഓളം പേരുണ്ടായിരുന്ന അന്ന് മീറ്റപ്പിൽ പങ്കെടുത്തത് 150-ന്റെ മുകളില്, 150 എന്തായാലും 150-ഓളം പേര് പങ്കെടുത്തിരുന്നു ആ മീറ്റപ്പില്. ഓക്കെ, അവരൊക്കെ ഇപ്പൊ എവിടെ പോയാവോ? 1000 പേരൊക്കെ എന്ന് പറയുമ്പല്ലേ. അവര് പലരും ഈ 140-150 പേര് നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകളാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ ഇതേമാതിരി ക്യാമറ ഓണാക്കാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, പങ്കെടുക്കാത്തവരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 140-150 പേരും ഇന്ന് ബിസിനസ് കാര്യങ്ങള് ഒക്കെ ആയിട്ട് തിരക്കിലായി പോയി. അതില് റാണി ഷിബില, നമ്മളെ ഷമ്മില, അതേപോലെ തന്നെ ജസീല, ഷെരീഫ മോള്, ഇങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ട് മറ്റൊരു മേഖലയിലേക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ ട്രെയിനർമാരായി പോയ ആൾക്കാരുണ്ട്. നമ്മളെ എന്താണ് ചന്ദ്രിക മാം, അതുപോലുള്ള ഒരുപാട് ആൾക്കാര്, റജീദ് കുന്നത്ത്, ഇങ്ങനത്തെ ആൾക്കാർ ട്രെയിനർമാരായി മാറിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആദ്യത്തെ മീറ്റിംഗ് നമ്മള് കൊണ്ടോട്ടിയിലെ ഒരു ഹോട്ടലിലെ മുകളിൽ വെച്ചല്ലായിരുന്നു? അതെ, അത് മീറ്റിംഗ്, അത് ലീഡേഴ്സ് മീറ്റിംഗ് ഒരുപാട് വട്ടം നടന്നിട്ടുണ്ട്. അതിനുശേഷമാണത്. ഒരു മിനിറ്റ്, സൈഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞ സൈഫ് സാർ സെഷനിൽ തന്നെ 7 days ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുൻപ് ഞാനത് റിമൈൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ സാർ ചോദിക്കുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷനിലേക്ക് 1800-ാമത്തെ ഡേയ്സിലേക്ക് സാർ സെഷൻ വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ സൈഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. 1800 ദിവസം ബി മാജിക് പിന്നിട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. 1800 ദിവസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാലയളവല്ല, വലിയൊരു കാലയളവ് തന്നെയാണ്. അത് പിന്നിട്ടു എന്നുള്ളത് സന്തോഷമുണ്ടാകുന്ന അതേ സമയത്ത് തന്നെ 1800 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ മെമ്പേഴ്സ് 18 ആളാണെന്നുള്ളത് ഒരു സങ്കടമുള്ള കാര്യമാണ്. 18 ആൾക്കാരാണ് നമ്മുടെ മെമ്പേഴ്സ് എന്നുള്ളത്, അതും ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയിൽ അതൊരു സങ്കടമുള്ള കാര്യമാണ്. എനിവേ, പിന്നെ കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ ചലഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 days ചലഞ്ചസ്. എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അതിൻ്റെ ലീഡേഴ്സായിട്ട് കുറച്ച് ആളുകൾ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊന്നും കാണുന്നില്ല. ബഷീർക്ക് പറഞ്ഞിരുന്നു, പിന്നെ ആരായിരുന്നു, ഷൈനി മാം. ഓക്കെ, അപ്പോൾ അവർ ഇന്നത്തെ സെഷനിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ബഷീർക്കുണ്ട്. ഓക്കെ, ഇതെന്താണ്, അങ്ങനത്തെ ഒരു ചലഞ്ച് അവിടെ നടന്നോ, എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ്? 7 days ചലഞ്ച് നടന്നോ? അതിന് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ? ഒന്ന് അറിയിക്കുമോ റസാഖ് സാർ? ഉണ്ടായിരുന്നല്ലോ, ചലഞ്ച് ഉണ്ടായിരുന്നു. ഗ്രൂപ്പില് ആരോ ഒരാൾ പറഞ്ഞു ചലഞ്ച് ഉണ്ട്. ഇന്നലെ ഇപ്പൊ മുഫീദാണ് ഓർമ്മയാക്കിയത്. ചലഞ്ച് നടന്നിട്ടുണ്ട്. ആരൊക്കെ ചെയ്തു എന്നുള്ളത് വ്യക്തമായി റിപ്പോർട്ട് ഇട്ടിട്ടില്ല. ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അറിയോ? ആർക്കാ പറയാൻ കഴിയാം? ഹലോ, ജ്ഞാനം. ഓക്കെ, ജ്ഞാനം പങ്കെടുത്തിരുന്നോ? മാജിക് മോർണിംഗ്. സോറി, ഷൈനി മാം പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തില് 8 പേര് അടങ്ങുന്ന ഒരു
അതില് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം എഴുതുന്നുണ്ട്, അതില് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതില് ഓരോ കാര്യങ്ങള് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷൈനി മാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 8 പേരുണ്ട് ആ സബ് ഗ്രൂപ്പില് ഇപ്പോ. നൗഫൽ സാർ അടക്കമുള്ള ഒരു പേരുണ്ട്. അപ്പോ അത് ഇനി കൊണ്ടുപോകാനാണ് താല്പര്യം. വെരി ഗുഡ്, വെരി ഗുഡ് നെക്സ്റ്റ് ദിവ്യ. വീക്ക് ആവുമ്പോഴേക്കും നമുക്ക് എത്ര പേര്? യെസ് സർ. താങ്ക് യു. അപ്പോൾ 7 days ചലഞ്ചിന്റെ സെക്കൻഡ് ഫേസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നെ കൂടെ അതിലൊന്ന് ആഡ് ചെയ്യാം, ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, എന്നെ കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഫേസ് ചലഞ്ച് സാധാ നമ്മുടെ കൾച്ചർ 5 മണിക്ക് എണീക്കുന്നത് മുതലുള്ള ഓരോ കാര്യങ്ങൾ, മെഡിറ്റേഷൻസ്, അതേപോലെ തന്നെ അഫർമേഷൻസ് ചെയ്യുക, അതേപോലെ എക്സസൈസ് ചെയ്യുക, ബുക്ക് റീഡിങ്, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നൊരു ഗ്രൂപ്പായിട്ട് അതിൽ മാറ്റാം. അപ്പോൾ അതിൽ എന്നെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം. ഓക്കെ, സോ ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സ്റ്റോറിയാണല്ലേ, ആമയുടെയും മുയലിൻ്റെയും കഥ. നമ്മളെല്ലാവരും കേട്ടതാണ്. ആമയുടെയും മുയലിൻ്റെയും കഥ കേൾക്കാത്ത ഒരാളുണ്ടാവില്ല. ഓക്കെ, ഈ അടുത്തിടെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചൈനയിൽ ആമയും മുയലിനെയും വെച്ചിട്ട് അവരെന്ത് ചെയ്തു, അതേപോലെ ഒരു ഓട്ട മത്സരം നടത്തി. ഓക്കെ, ഇങ്ങനെ 2024 ഓട്ട മത്സരം നടത്തുന്ന സമയത്തും വിജയിച്ചത് ആമ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ നമുക്ക് ഏറ്റവും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഹൗ ടു ബിക്കം കൺസിസ്റ്റന്റ് എന്നാണ്. എങ്ങനെ നമുക്ക് കൺസിസ്റ്റന്റ് ആവാം. കഴിഞ്ഞ ആഴ്ച എടുത്തതിൻ്റെ പോലെ തന്നെ ഇന്നും എനിക്ക് സംസാരിക്കാനുള്ളതും കൺസിസ്റ്റൻസി എന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, യു നീഡ് എ സിസ്റ്റം. നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ അല്ല, നമുക്ക് വേണ്ടത് ഒരു സിസ്റ്റമാണ്. പല ആളുകൾക്കും നമ്മൾക്ക് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ചെയ്തിട്ട്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണെങ്കിൽ പോലും പിന്നീട് നമ്മൾ ചെയ്യുന്നില്ല. എന്താണ് അത് ചെയ്യാത്തതിന് ഉള്ള കാര്യം എന്നുള്ളത് നമ്മൾ ചോദിച്ചു നോക്കുക. വാട്ട് വൺസ് തിങ്ക് യു ഹാവ് ട്രൈഡ് ആൻഡ് ഫെയിൽഡ് ടു ഡു കൺസിസ്റ്റൻ്റ്ലി. ഓക്കെ, നിങ്ങൾ എന്തൊരു കാര്യമാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ അതിൽ പരാജയപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒന്ന് ആൻസർ പറയാമോ? സ്ഥിരമായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യും, പരാജയപ്പെടും. ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്നതാവാം, ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നതാവാം, ചിലപ്പോൾ ബുക്ക് റീഡിങ് ആവാം, വാട്ടർ ഇറ്റ് ഈസ്. എന്താണ് നിങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ. ആരും അങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നില്ല? എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, തുടങ്ങണമെന്ന് കരുതുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം ലൈഫിലില്ല? എക്സസൈസ്, റസാഖ് സാറ്, പിന്നെ ദീപ മാം എക്സസൈസ്, നൗഫൽ മോർണിംഗ് വാക്ക്. ഓക്കെ, നിങ്ങൾ ഈ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് നിങ്ങളുടെ ഏറ്റവും മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചലഞ്ചസ് ആയിട്ട് അടുത്ത 7 daysലേക്ക് മാറ്റേണ്ടത്. ഈ അടുത്ത 7 daysൽ ഈ എക്സസൈസ് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ എക്സസൈസ് അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇന്ന് എൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഫുഡ് ഞാൻ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്, അതിന് 3 റീസൺസും കൂടെ നോക്കാം. 3 കാര്യങ്ങൾ എന്ത് ചെയ്യും, 3 കാരണം കൊണ്ട് നിങ്ങളുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ടു ബിഗ് ടു സൂൺ എന്നുള്ളതാണ്. വലിയ ഗോളുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക, അത് പെട്ടെന്ന് ചെറിയൊരു സമയത്തേക്ക് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ ബോഡി അണ്ടർ കൺട്രോളിലേക്ക് വരും, അല്ലെങ്കിൽ എൻ്റെ ബോഡി ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ബോഡിയാവും, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ തന്നെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുന്നതോട് കൂടി എൻ്റെ ലൈഫ് ഇതാ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു എനിക്ക്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിയലിസ്റ്റിക് അല്ലാത്തൊരു കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയും
വലിയൊരു എക്സ്പെക്ടേഷനിൽ ഒരു ഡ്രീം വേൾഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. റിയൽ വേൾഡിൽ നിന്ന് മാറിയിട്ട് മോട്ടിവേഷന്റെ പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളുടെ പുറത്തും എനിക്കെല്ലാം സെറ്റാക്കാൻ പറ്റും വളരെ പോസിറ്റീവായിട്ട്. എന്നാൽ ഒരു സത്യസന്ധമല്ലാത്ത പോസിറ്റീവിറ്റി ജീവിക്കുന്ന ഒരാൾക്ക് കൺസിസ്റ്റൻസി കിട്ടൂല. കാരണം അയാൾ പെട്ടെന്ന് മടുത്തിട്ട് എന്ത് ചെയ്യും, നിർത്തും, ബേൺ ഔട്ട് വരും. കുറേ ദിവസം ചെയ്ത് പ്രത്യേകിച്ച് ബി മാജിക്കിൽ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു അയാൾക്ക് ഫിനാൻഷ്യൽ ഗെയിൻ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അയാൾക്ക് ക്വിറ്റ് ചെയ്യും. അയാൾ ചിന്തിക്കും എന്താ ഇപ്പൊ രാവിലെ ഒന്നും ഇങ്ങനെ എണീറ്റിട്ട് എന്താ ഇപ്പൊ രാവിലെ ഒന്നും ഇങ്ങനെ എണീറ്റിട്ട് എന്താണ് കാര്യം. നിങ്ങൾ വിജയിച്ച ആളുകൾ എടുത്തു നോക്കുക. വിജയിച്ച ആളുകൾ എന്ന് പറയുന്നത് അതൊരു ഓവർനൈറ്റ് സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ ഏത് വിജയിച്ച ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒരു 10 വർഷം 15 വർഷം 8 വർഷം, ചില ആളുകൾ ചിലപ്പോൾ 6 മാസം കൊണ്ട് വിജയിച്ചിട്ടുണ്ടാവാം. പക്ഷെ മോസ്റ്റ് കോമൺ പീപ്പിൾസിനെ നിങ്ങൾ എടുത്തു നോക്കുക. ഇന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരിക്കുന്ന ഇലോൺ മസ്കിന്റെ ഒരു ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും അതൊന്നൊരു ഓവർനൈറ്റ് കൊണ്ടായിരിക്കുന്നത്. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ്. മമ്മൂട്ടിയുടെ ഒരു സ്പീച്ച് ഞാൻ കേട്ടു ഇന്നലെ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എത്ര തവണ പരാജയപ്പെട്ടിരിക്കുന്നു, ഞാൻ വിജയിച്ചതിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ടിരിക്കുകയാണ്, ഞാൻ വിജയിച്ചതിനേക്കാൾ അധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പെട്ടെന്നുള്ള റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചലഞ്ചിൽ പങ്കെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്കതിൽ പെട്ടെന്നൊരു മടുപ്പ് അനുഭവപ്പെടും. ഇന്നലെ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസിൽ ഇട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഈ അടുത്തിടെ നസീഫ് കലയത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന ഖദീജ എന്ന് പറയുന്ന ഒരു ബുക്ക് വളരെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെൻഡിങ് ആയതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിരിക്കുന്ന എന്താ നമ്മൾ അറിയണം എന്നുള്ള രീതിയിൽ ആസ് എ പ്രൊഫഷൻ ഞാൻ ആ പുസ്തകം ഇന്നലെ മേടിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകത്തിൽ ഖദീജയോട് അതിലെ നായകൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതിങ്ങനെയാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവർ തയ്യൽ പഠിക്കുന്നുണ്ട്. തയ്യൽ പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ സ്ത്രീ പറയാണ്, അല്ലെങ്കിൽ അതിലെ നായിക പറയാണ്, നായകനോട് പറയാണ്, ഓ എന്നെ കൊണ്ട് ഈ തയ്യലൊന്നും പറ്റില്ല, വെറുതെ പോയി പഠിച്ചു, എനിക്കിതിൽ മടുപ്പ് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൂടെ ആ നായകൻ പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ മടുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം പുതുമ നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നത് പുതുമ നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ ഏതൊരു കാര്യം നോക്കുക, നമുക്ക് മടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് പുതുമ നഷ്ടപ്പെടുമ്പോഴാണ്. പുതുമ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുതുമ വരുന്ന രീതിയിൽ ആ കാര്യങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡോപ്പമിൻ എഫക്റ്റ് വീണ്ടും വരും. ഏതൊരു കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരേ റൊട്ടീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമ നിങ്ങൾ അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 7 days ചലഞ്ച് കൊണ്ടുവരാണ്. അപ്പോൾ ആദ്യം ആ 7 days കംപ്ലീറ്റ് ആക്കി. ആ 7 days കംപ്ലീറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് ഫേസ് 2ലേക്ക് പോവാണ്. ആ ഫേസ് 2ലേക്ക് പോകുമ്പോൾ പുതിയൊരു ചലഞ്ച് വേണം. ഫേസ് 2ൽ ഇന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇന്ന ഇത്രയും കാര്യങ്ങളുടെ 80% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 60% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ചലഞ്ചിൽ നിന്ന് ഒഴിവാക്കും. ഇതേപോലുള്ള ഓരോരോ കാര്യങ്ങൾ, ഓരോരോ പുതുമയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, നമുക്കിത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം. രണ്ടാമത് ഒരാൾ ചെയ്യാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരാൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാത്തതിന്റെ കാരണം നോ എൻവയോൺമെന്റ് ടു കൺട്രോൾ എന്നുള്ളതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു എൻവയോൺമെന്റ് ഇല്ലാതിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ഒരാൾ, മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് വളരെ ചിട്ടയോട് കൂടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈഫ് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അയാൾ ആ മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പെൻഷൻ പറ്റിയതിന് ശേഷം അതേ സിസ്റ്റം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ആളുകൾ കുറവായിരിക്കും. ഉണ്ടാവില്ല എന്നല്ല, ചില ആളുകളെ നമ്മൾ പറയില്ലേ, പട്ടാള ചിട്ട എന്ന് പറയില്ലേ, ആ ചിട്ടയോട് കൂടി ജീവിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ ആ ചിട്ടയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം, നോ എൻവയോൺമെന്റ് കൺട്രോൾ. ബി മാജിക്കിൽ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ ബി മാജിക്കിൽ നിന്ന് പോയതിനു ശേഷം വളരെ ആദ്യത്തെ അതേ ലൈഫിലേക്ക് അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് പോയിരിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ആളുകൾ ബി മാജിക്കിൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവും, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, അവരുടെ ലൈഫിന് ചിട്ട ഉണ്ടാവും. അവർ ബി മാജിക്കിൽ നിന്ന് എക്സിറ്റ് ആയി അവർ പഴയ രീതിയിലേക്ക് പോയി. കാരണം എന്താ, നോ എൻവയോൺമെന്റ് കൺട്രോൾ. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ യുവർ സെറ്റപ്പ് മേക്സ് ഇറ്റ്സ് ഹാർഡർ നോട്ട് ഈസിയർ. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ ഹാർഡർ ആവും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് അത്തരം ഒരു ഗ്രൂപ്പുകൾ വേണം. ഇപ്പൊ നിങ്ങളൊരു സ്കൂളിൽ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസിൽ പോവാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ ലീവ് എടുക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ 9:30 ആകുമ്പോൾ തന്നെ ഓഫീസിൽ എത്തുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടുത്തെ ബ്രേക്ക് ടൈം കീപ്പ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടുത്തെ SOP കീപ്പ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടുത്തെ കൾച്ചർ കീപ്പ് ചെയ്യുന്നത്? ദർ ഇസ് എ സിസ്റ്റം.
ഒരു എൻവയോൺമെന്റ് ഉണ്ട് അവിടെ. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു എൻവയോൺമെന്റ് ഇല്ലെങ്കിൽ നമ്മളുടെ കൺസിസ്റ്റൻസി പോകും. അപ്പോൾ ബിമാജിക് പോലുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ എപ്പോഴും കൂടെ പിടിക്കാൻ നോക്കുക. അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ 7 days ചലഞ്ച് എന്ന് പറയുമ്പോൾ ആ 7 days ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ലീഡേഴ്സിനെ മേക്ക് ചെയ്യുക, ആ ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാക്കിംഗ് ഓർ അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. ഒരു ട്രാക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റിയോ ഇല്ലെങ്കിൽ യു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ആൻഡ് ഗിവ് അപ്പ്. നമുക്കൊരു ട്രാക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ, നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഇല്ലെങ്കിൽ നമ്മളെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. അപ്പോൾ മനസ്സിലാക്കുക, നമുക്ക് സ്വയം അങ്ങോട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സ്വയം അങ്ങോട്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് തോന്നും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു ചിട്ട ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നുകിൽ നമുക്കൊരു ട്രാക്കിംഗ് സിസ്റ്റം വേണം, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി വേണം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ പല കമ്പനികളിലും ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ആകെ താറുമാറായി കിടക്കായിരിക്കും. അവർ പറയാന്ന് വെച്ചാൽ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട് സർ, പക്ഷെ എന്തൊക്കെയോ എന്നും തലവേദനയാണ്. ആസ് എ ഹെഡ് എനിക്ക് എന്നും തലവേദനയാണ്, ഹെഡേക്കാണ്. ഇവിടെ ഒരു സിസ്റ്റം ഇല്ല. ഞാനവിടെ സിസ്റ്റം കൊണ്ടുവരുന്നതിൻ്റെ രീതി എന്ന് വെച്ചാൽ ഞാനവിടെ ചെന്നിട്ട് ഡെയിലി മീറ്റിങ്ങുകൾ വെക്കാൻ പറയും. ഈ ഡെയിലി മീറ്റിങ്ങിലും അവരോട് പറയും വാട്ട്സ് യുവർ യെസ്റ്റർഡേസ് അച്ചീവ്മെന്റ്, ഇന്നലത്തെ നിങ്ങളുടെ അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെയാണ്, ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് അവരോട് പ്രസന്റ് ചെയ്യാൻ പറയും. ഒരു 10 മിനിറ്റ് മീറ്റിംഗ് ആയിരിക്കും. വീക്കിലി അവർക്ക് അനലൈസിങ് മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ഓഫീസിലടക്കമുണ്ട് വീക്കിലി അനലൈസിങ് മീറ്റിംഗ് ഉണ്ടാവും. ആ അനലൈസിങ് മീറ്റിംഗിൽ അവർ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പറയാൻ പറയും. ഞാൻ ഇതിലെ ലീഡേഴ്സിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു മീറ്റിംഗ് വെക്കണം. അവർ ചെയ്തിട്ടില്ല. നിങ്ങൾ മീറ്റിംഗ് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ വീക്കിലും അതിന് അനലൈസിങ് മീറ്റിംഗ് വെക്കണം. നിങ്ങൾക്ക് അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ബട്ട് അവരതിന് ബില്ലിംഗ് ആയില്ല. ഓക്കെ, ഒരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും വളരെ അഡൾട്ട് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ എന്ത് വെച്ചാൽ പിന്നെ ഞാൻ അതിൻ്റെ പിന്നിലേക്ക് പോയില്ല. പക്ഷെ എനിക്കതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അവരുടെ ഗോൾ സെറ്റ് ചെയ്യാനാണ്, എൻ്റെ ഗോളല്ല. അല്ലേ? എൻ്റെ ഗോൾ സെറ്റിങ്സും എൻ്റെ ട്രാക്ക് സിസ്റ്റംസും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രസ് എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം ബിമാജിക്കിൽ പങ്കെടുത്തു, എത്രമാത്രം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു എന്നല്ല നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. വാട്ട് യു നോ എന്നുള്ളത് നിങ്ങൾ എവിടെ എത്തിക്കില്ല, വാട്ട് യു ഡു എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും എത്തിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് അറിയുന്നു എന്നുള്ളത്, അറിവ് കൊണ്ട് ഒരിക്കലും നിങ്ങൾ സക്സസ് ആകാൻ പോകുന്നില്ല. അറിവ് നിങ്ങൾ ഒരിക്കലും വിജയത്തിലേക്ക് എത്തിക്കില്ല. അറിവ് നിങ്ങളുടെ വിഷ്ടം കൂട്ടിത്തരുള്ളൂ. പക്ഷെ അത് ആക്ഷനിലേക്ക് ആക്കുന്ന ഒരു വ്യക്തിയാണ് വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ട്രാക്ക് സിസ്റ്റം കൊണ്ടുവരിക, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണേഴ്സിനെ മേക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ഒരു മീറ്റിംഗ് വെച്ച് നോക്കുക, വീക്കിൽ ഒരു ദിവസം മീറ്റിംഗ് വെച്ച് നോക്കുക, എന്നിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങൾ എന്തൊക്കെയായി. ഇതൊക്കെ ചെയ്യുന്നതിന് ഞാനൊക്കെ ബിമാജിക് അല്ലാത്തൊരു കമ്മ്യൂണിറ്റി, ഞാനൊരു സ്ഥാപനത്തിൽ പോകുകയാണ്, ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 40,000 റുപ്പീസാണ്. ഇതേ സാധനം ഞാൻ ചെയ്തു കൊടുക്കുന്നതിന് 40,000 റുപ്പീസാണ്. ഈവൻ ടേബിൾ ടോക്കിൽ ഞാൻ ചാർജ് ചെയ്യുന്നത് ഏറ്റവും മിനിമം 5,000 റുപ്പീസാണ് പെർ മന്ത്, ഏറ്റവും മിനിമം. അതേ സംഭവം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ടീമായിട്ട് ചെയ്യാനുള്ള അവസരമാണ്. ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നത് അതിനാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. ഞാൻ എന്തിനാണ് എൻ്റെ ലൈഫിൽ പൈസ മേടിക്കുന്നത് അതേ സാധനം തന്നെയാണ് നിങ്ങളോട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഏറ്റവും മിനിമം 50, പിന്നെ മിനിമം 25,000 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റീസെന്റ് നമ്മളത് ഹൈക്ക് ചെയ്ത് 40,000 എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ആളുകൾ എനിക്ക് 40,000 50,000 എന്തുകൊണ്ടാണ് അവർ പേ ചെയ്യുന്നത്? വൈ ദേ ആർ പേയിങ്? എന്തുകൊണ്ടാണ് അവർ പേ ചെയ്യുന്നത്? ആളുകൾ വെറുതെ പൈസ തരുമോ? 40,000 രൂപ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് വെറുതെ തരുമോ? ഞാൻ ആകെ അവിടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാസത്തിൽ മാക്സിമം ഒരു 10 മണിക്കൂറായിരിക്കും മാക്സിമം ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വീക്കിലി ഒരു മണിക്കൂറാണ് ഞാൻ മാക്സിമം അവിടെ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ടീം എല്ലാ ദിവസവും ഒരു 10-20 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് എന്തുകൊണ്ട് അവർ പേ ചെയ്യണം? ബിക്കോസ് അവർക്ക് ഈ സിസ്റ്റം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നത്. എന്താണ് സിസ്റ്റം? നത്തിങ്. അക്കൗണ്ടബിലിറ്റി പാർട്ണർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് മീറ്റിംഗ് നടത്തി കൊടുക്കുക, മീറ്റിംഗ് മിനിറ്റ്സ് കീപ്പ് ചെയ്യുക, അതിൻ്റെ അനലൈസിങ് നടത്തുക. നത്തിങ് മോർ ദാൻ ദാറ്റ്. അതിൻ്റെ അനലൈസിങ് നടത്തുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ദർ ഇസ് നോ മാജിക് പിൽസ്. ഒരു മാജിക് പിൽസ് അവിടെ ഇല്ല. അവിടെ ആകെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഇതേ കാര്യം ചെയ്യുന്നു, ഇതിനെ വൃത്തിക്ക് ചെയ്യുന്നു, അവരെ മീറ്റിങ്ങിന് അനലൈസ് ചെയ്തെടുക്കുന്നു, ഞാൻ പേയ്മെന്റ് മേടിക്കുന്നു. ഞങ്ങൾ അതിനെ പറയുന്നത് സിസ്റ്റം സെറ്റിംഗ്സ് ആൻഡ് ഞങ്ങളതിനെ പറയുന്നൊരു കാര്യമാണത്, സിസ്റ്റം സെറ്റിംഗ്സ്. ഓക്കെ, ആൻഡ് പെർഫോമൻസ് ഓഡിറ്റിംഗ്. ഇപ്പം മുഫീദൻ്റെ അവിടുത്തെ ഡെസിഗ്നേഷൻ ചോദിക്കുകയാണെങ്കിൽ
മുഫീദ് ഒരു പെർഫോമൻസ് ഓഡിറ്ററാണ്. എവിടുന്ന് ഞാൻ അത് പഠിച്ചിരിക്കുന്നത്? വേർ ഐ ഡിഡ് ലേൺ ഫ്രം ദാറ്റ്, യു നോ ദാറ്റ്? ഞാനിത് എവിടുന്നാ പഠിച്ചതറിയോ? ഈ പെർഫോമൻസ് ഓഡിറ്റിംഗും ഈ സിസ്റ്റം സെറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ പഠിച്ചറിയോ? എനിബഡി നോ? ആർക്കെങ്കിലും അറിയാം ഞാൻ എവിടുന്നാ പഠിച്ചിരിക്കുന്നത്? എവിടുന്നാ? യെസ്, ഓഫ് കോഴ്സ് ഐ ലേൺ ഇറ്റ് ഫ്രം ബി മാജിക്. ഞാൻ ബി മാജിക്കിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്. ബി മാജിക്കിൽ പണ്ട് കാലങ്ങളിൽ 100 ആളുകൾ 150 ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് ഓരോ ദിവസവും ഇതേ അസസ്മെന്റുകളും ഇതേ കാര്യങ്ങളും അവിടെ റിപ്പോർട്ട് സിസ്റ്റവും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ബി മാജിക്കിൽ നിന്ന് പഠിച്ചിരിക്കുന്ന മാനേജ്മെന്റ് റൂളാണ് ഇന്ന് എൻ്റെ വരുമാനമായിട്ട് നിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ബി മാജിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തപ്പോൾ യൂണിവേഴ്സ് എനിക്ക് എന്ത് ചെയ്തു? തിരിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ഓക്കെ, ലൈഫിൽ വളരെ സ്റ്റക്കായിരിക്കുന്ന ഒരു സമയത്ത്, ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസ് പെട്ടെന്ന് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് തുടങ്ങി. അന്നതിന് പേരില്ല, പിന്നെ സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു, പിന്നെ പെർഫോമൻസ് ഓഡിറ്റിങ്ങിലേക്ക് മാറി. ഇന്ന് വളരെ നല്ല രീതിയിൽ ഒരാളെ മുമ്പിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ, അവരെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ട് മാറിയിരിക്കുന്നത് ബി മാജിക്കിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന സിസ്റ്റമാണ്. ബി മാജിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സിസ്റ്റമാണ്. അതിന് 100% റിസൾട്ടാണ്. ഞാൻ പോയിരിക്കുന്ന ഓൾമോസ്റ്റ് 80% കമ്പനികൾ വളരെ ഹൈ സാറ്റിസ്ഫൈഡ് ആണ്. ഹൈ സാറ്റിസ്ഫൈഡ്. നിങ്ങൾക്ക് അവരുടെ ടെസ്റ്റിമോണിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, സർ ആർ യു ഹാപ്പി വിത്ത് അവർ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ സ്മൈൽ. അവർ പുഞ്ചിരിക്കും, എന്നിട്ട് പറയും സർ വി ആർ ഹാപ്പി. എൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാ വീക്കിലും അതിൻ്റെ ഫീഡ്ബാക്കുകൾ പോകും. ഓരോ കമ്പനിയിലേക്കും ഫീഡ്ബാക്കുകൾ പോകും. ഫീഡ്ബാക്കുകൾ വിളിച്ച് തന്നെ സതീഷ പറയും, സർ ആ കമ്പനിയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഈ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. എന്താണ് ഹാപ്പി ആയിട്ട് അവർ പറയാണ്, അങ്ങനെ മാറ്റമുണ്ടായി, ഇങ്ങനെ മാറ്റമുണ്ടായി. എന്താ ചെയ്തിരിക്കുന്നത്? നത്തിങ്. ഈ ഒരു പറയുന്ന ട്രാക്കിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കൊണ്ടുവന്നു. ഈ പറയുന്ന ഒരു എൻവയോൺമെന്റ് ഞാനവിടെ ക്രിയേറ്റ് ചെയ്തു. സോ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഡിസിപ്ലിൻ ഈസ് റിമെമ്പറിങ് വാട്ട് യു വാണ്ട്. ഓക്കെ, ഡിസിപ്ലിൻ ഈസ് റിമെമ്പറിങ് വാട്ട് യു വാണ്ട്. ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതല്ല, നിങ്ങൾ എത്രമാത്രം ഡിസിപ്ലിൻഡ് ആണ്. ഇന്ന് 1800 ദിവസം പിന്നിട്ടു. 1800 ദിവസം പിന്നിട്ടു എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? എത്ര വർഷമായി? ഏകദേശം എത്ര വർഷമായി? 4 വർഷം കഴിഞ്ഞു അല്ലേ? ഏകദേശം 5 വർഷത്തോളം ആവാറായി. 5 വർഷത്തോളം നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ. എന്താ ബഷീർക്ക? 5 വർഷത്തിൽ ഒരു മാസം കുറയും. 5 വർഷത്തിലേക്ക് ഒരു മാസം കുറവുള്ളൂ. ഓക്കെ, ഈ 5 വർഷത്തിലേക്ക് പോകുമ്പോൾ ബി മാജിക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി 5 വർഷം നമ്മൾ പോയി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മുയലല്ല ആയിരിക്കുന്നത്, ആമയാണ് ആയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഭയങ്കര ക്വിക്കായിട്ട് പോയെന്നല്ല, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി. ആ കൺസിസ്റ്റന്റ് ആയിട്ട് പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് 1800 എന്ന് പറയുന്നൊരു കൗണ്ട് പറയാൻ പറ്റും. അതിന്റെ തുടക്കം മുതലുള്ള കുറെ ആളുകൾ ഇതിലുണ്ട്. ബി മാജിക്കിന്റെ തുടക്കം മുതലുള്ള പ്രസാദ് സാർ, ബഷീർ ഖാനൊക്കെ പോലുള്ള ഒരുപാട് ആളുകൾ. സോ എപ്പോഴും നമ്മൾ ആ കാര്യം മനസ്സിലാക്കാം. ഇനി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ദ മൈക്രോ ഹാബിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സൊല്യൂഷനാണ്. ദ മൈക്രോ ഹാബിറ്റ് സൊല്യൂഷൻ, അത് നമ്മൾ എപ്പോഴും അറിയേണ്ട സംഭവമാണ്. 2 minutes റൂൾ. 2 minutes റൂൾ എന്ന് പറയുന്ന റൂളാണ്. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും 2 minutes കൊണ്ട് അതിൻ്റെ ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഇന്ന് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അതിന് പകരം ആ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പകരം എന്ത് തീരുമാനിക്കുക? എക്സസൈസ് ചെയ്യാനുള്ള ഒരു ആക്ഷൻസ് എടുക്കാൻ തീരുമാനിക്കുക. ലൈക്ക് ഇന്ന് ഞാൻ എൻ്റെ ഷൂ ഇടും, എക്സസൈസിന് പോലുള്ള ഷൂ ഇടും, അല്ലെങ്കിൽ ഞാൻ ട്രാക്ക് സ്യൂട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. അങ്ങനത്തെ ഒരു കാര്യം തീരുമാനിക്കുക. ആ ഷൂ ഇടുക. എക്സസൈസ് ചെയ്യാൻ പോകണ്ട, അതിന് പകരം എന്താ ചെയ്യുക? ട്രാക്ക് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് ഷൂ ഇടുക. അത് 2 മിനിറ്റിൽ എടുക്കുള്ളൂ. നിങ്ങൾക്ക് ട്രാക്ക് സ്യൂട്ട് ഇടാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഷൂ ധരിക്കാനൊക്കെ എത്ര സമയം എടുക്കും? എത്ര സമയം എടുക്കും? ഒരു 2 minutes എടുക്കുള്ളൂ. ഇറ്റ്സ് കോൾഡ് 2 minutes റൂൾ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ട്രാക്ക് സ്യൂട്ട് ഒക്കെ ഇട്ടു ഷൂ ഒക്കെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ടെൻഡൻസിയാണ് വരിക? എന്ത് ടെൻഡൻസിയാണ് വരിക? നിങ്ങളവിടെ അല്ലേ? ക്യാൻ യു ഹിയർ മീ? കേൾക്കുന്നില്ലേ? എക്സർസൈസ് ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. എക്സസൈസ് ചെയ്യാൻ പോവാൻ തോന്നും. ഓക്കെ, സോ അതൊരു ഓപ്ഷൻസ് ആണ്. എന്താണ് 2 minutes റൂൾ? നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും
നിങ്ങൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനുള്ള ഒരു 2 മിനിറ്റുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഒരു പുസ്തകം വായിക്കാൻ തീരുമാനിച്ച ഒരാൾ പുസ്തകം വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം എടുക്കുക. ഓക്കെ, ഒരു പുസ്തകം എടുത്ത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ ആ പുസ്തകം കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്നും അഫർമേഷൻ പറയണമെന്നുണ്ടാവും, പക്ഷെ അല്ലെങ്കിൽ അഫർമേഷൻ എഴുതാൻ പറ്റുന്നില്ല. ജസ്റ്റ് പേന എടുക്കുക, ബുക്ക് കൊടുക്കുക. പേനയും ബുക്കും മാത്രം എടുക്കാൻ തീരുമാനിക്കുക. അഫർമേഷൻ എഴുതണ്ട, ജസ്റ്റ് ഇരുന്ന് നോക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് 2 മിനിറ്റ്സ് റൂൾ എന്ന് പറയുന്നത്. അടുത്തൊരു സംഭവമാണ് ഹാബിറ്റ് ട്രാക്കിംഗ്. ഓക്കെ, സോറി, ഹാബിറ്റ് ട്രാക്കിംഗ് അല്ല, ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആറ്റോമിക് ഹാബിറ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു ഹാബിറ്റ്, പുതിയൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിലവിലുള്ള ഹാബിറ്റിനോട് കൂടെ ആ ഹാബിറ്റിനെ ആഡ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാ ദിവസവും പല്ല് തേക്കുന്ന ശീലം ഉണ്ടാവും. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? തേക്കുന്ന ശീലമില്ലേ? ഓക്കെ, നമ്മൾ തീരുമാനിക്കുകയാണ് പല്ല് തേക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പല്ല് തേച്ചതിന് ശേഷം ഞാൻ ഇന്ന കാര്യം ആഡ് ചെയ്യും. വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, പല്ല് തേക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഒരു 5 പുഷപ്പ് ചെയ്യും. അല്ലെങ്കിൽ പല്ല് തേച്ചതിന് ശേഷം 5 പുഷപ്പ് ചെയ്യും. അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഒരു 5 പേജ് വായിക്കും. അല്ലെങ്കിൽ പല്ല് തേച്ചതിന് ശേഷം വായിക്കും. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ന കാര്യം ചെയ്യും. അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം ഇന്ന കാര്യം ചെയ്യും. ഞാൻ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ന കാര്യം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ കുളിച്ചതിന് ശേഷം ചെയ്യും. നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഹാബിറ്റിനോട് കൂടെ എന്ത് ചെയ്യുക? ഈ ഹാബിറ്റ് കൂടെ സ്റ്റാക്ക് ചെയ്യുക. ഇറ്റ്സ് കോൾഡ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഓക്കെ, ഈ ഒരു ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ലൈഫിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ ഫെയിലിയർ ആവുന്നത്, ഫോർ എക്സാമ്പിൾ ടു ഡു ലിസ്റ്റ് ചെയ്തതിന് ഫെയിലിയർ ആവുന്ന ഒരാളാണെങ്കിൽ അയാൾ തീരുമാനിക്കുകയാണ്, ഞാൻ എല്ലാ ദിവസവും രാത്രി അത്താഴം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാത്രിക്കത്തെ ഡിന്നറിന് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യും? ടു ഡു ലിസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഡിന്നർ എടുത്തതിന് ശേഷമായിട്ട്, അല്ലെങ്കിൽ ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഏതോ നിങ്ങൾക്ക് നിലവിലുള്ള ഒരു ഹാബിറ്റിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഹാബിറ്റിനെ, പുതുതായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഹാബിറ്റിനെ ആഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന ആ സിസ്റ്റത്തിനെ ആഡ് ചെയ്യാൻ നോക്കുക. ക്ലിയർ ആണോ? ഓക്കെ, 2 കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് എന്താണ്? നമുക്ക് എന്തുകൊണ്ടാണ് 3 റീസൺസ് നമ്മൾ സംസാരിച്ചു. വലിയ ഗോൾ സെറ്റ് ചെയ്യുക, അതേപോലെ കറക്റ്റുള്ള എൻവയോൺമെന്റ് ഉണ്ടാവാതിരിക്കുക, അതേപോലെ തന്നെ നോ ട്രാക്കിംഗ് ഓർ അക്കൗണ്ടബിലിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ നമ്മൾ 2 മിനിറ്റ്സ് റൂൾ പറഞ്ഞു, അതേപോലെ തന്നെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് പറഞ്ഞു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് പിന്നെ നമുക്കൊരു മെന്റലി ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റുക, മെന്റലി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രാക്കിംഗ് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുക. ഒരു സിമ്പിൾ ട്രാക്കർ. ഓക്കെ, ഒരു സിമ്പിൾ ട്രാക്കർ ഉണ്ടാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു 7 ഡേയ്സ്, ഇപ്പോൾ അടുത്ത 7 ഡേയ്സ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആ 7 ഡേയ്സിലേക്ക് നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഉള്ള ഒറ്റ കാര്യം നിങ്ങൾ എഴുതുക. ഒറ്റ കാര്യം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചെങ്കിൽ ആ ഒരു കാര്യത്തിന് എടുക്കുക. അല്ല, നിങ്ങൾക്ക് ബുക്ക് വായിക്കുന്നതാണ് ബുദ്ധിമുട്ട് വെച്ചെങ്കിൽ ആ കാര്യത്തിന് എടുക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരൊറ്റ കാര്യത്തിന് എടുക്കുക. അടുത്ത 7 ഡേയ്സിലേക്ക് ജസ്റ്റ് ഇങ്ങനെ 1 2 3 4 5 7 ഡേയ്സ് നമ്മളിങ്ങനെ എഴുതി വെക്കുക. 7 ഡേയ്സിന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വരയിടുക. വരട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഡോട്ട് വെക്കുക. ഓരോ ദിവസവും അത് ചെയ്ത് കഴിയുന്ന സ്ഥലത്ത് ഇങ്ങനെ ടിക്ക് ഇടുക. ചെയ്യാത്തത് എംപ്റ്റി ആയിട്ട് ഇവിടെ കിടക്കണം. അപ്പോൾ അടുത്ത ശനിയാഴ്ച, അടുത്ത ബുധനാഴ്ച ആകുമ്പോൾ നിങ്ങളെ ട്രാക്കർ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഒരു നോട്ട്ബുക്ക് മതി. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് ആ കാര്യത്തിന് എഴുതുക. 1 2 3 4 എഴുതുക. 1 2 3 4 എഴുതിയതിന് ശേഷം ആ ഒരു കാര്യം ജസ്റ്റ് ഏത് കാര്യമാണോ ഉള്ളത് ആ ഒരു കാര്യത്തിന് ഒന്ന് ടിക്ക് ഇടുക. ചെയ്ത കാര്യങ്ങൾ ടിക്ക് ഇടുക. അപ്പോൾ നിങ്ങൾ 5 കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് വെച്ചെങ്കിൽ, ഇപ്പോൾ അഫർമേഷൻസ് എഴുതിയിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ ജസ്റ്റ് അതിങ്ങനെ ഒരു കള്ളി വരച്ചു. 7 ദിവസത്തേക്കുള്ള ഒരു കള്ളി വരച്ചു. അതിൽ കംപ്ലീറ്റ് ചെയ്ത സാധനങ്ങൾക്ക് പിറ്റേ ദിവസം നിങ്ങൾ ടിക്ക് ഇട്ടേക്കുക, അല്ലെങ്കിൽ ആ കഴിഞ്ഞ ഉടനെ ടിക്ക് ഇട്ടേക്കുക. അപ്പോൾ അൺടിക്കായിട്ട് കിടക്കുന്നതൊക്കെ നിങ്ങളുടെ ഹാബിറ്റിന്റെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കൊണ്ടുവരാൻ പറ്റും. താങ്ക് യു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണെങ്കിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഒരുപാട് ഹാബിറ്റ് ചെയ്ത് ബുദ്ധിമുട്ട് ഒറ്റ ഒന്നായാലും മതി. അടുത്ത 7 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ഒന്നായാലും മതി.
നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ പോലും ഇറ്റ്സ് ഓക്കെ. ഇനി ഫൈനലി നമുക്ക് എങ്ങനെയാണ് മെന്റലി ഇതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് കോൾഡ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. നമ്മൾ ഐഡന്റിറ്റി എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? നമ്മളുടെ ഐഡന്റിറ്റി ആണത്, നിലവിലുള്ള ഐഡന്റിറ്റിയാണ്. ഐഡന്റിറ്റി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുക? അതിന് നിങ്ങൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പേര് കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യം ചെയ്യാനുള്ള കഴിവുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്? ഐ എം എ കൺസിസ്റ്റന്റ് പേഴ്സൺ എന്ന് ടൈപ്പ് ചെയ്ത് യെസ്, വൈ എന്ന് ടൈപ്പ് ചെയ്യും. ഞാനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പേഴ്സൺ ആണ്. കൃഷ്ണമൂർത്തി സാറ്, ബഷീർ സാറ്, ഓക്കെ, 2 പേര്, ദിവ്യ മാമി, മണി സാറ്, ഷൈനി മാം, റസാഖ് സാർ, ഓക്കെ, ഗായനം ബീന മാം, ഫൈൻ, ഓക്കെ. ശരി, നമ്മളെല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ടൊരു പേഴ്സൺ ആവാനായിട്ട് ട്രൈ ചെയ്യാതിരിക്കുക. യു ആർ നോട്ട് ട്രൈങ് ടു ബിക്കം എ കൺസിസ്റ്റന്റ് പേഴ്സൺ, യു ഓൾറെഡി ആർ വൺ. നമ്മളെല്ലാവരും കൺസിസ്റ്റൻസി ഉള്ള ആളാണ് നിങ്ങൾ വിശ്വസിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും സിമ്പിളി ഏത് കൺസിസ്റ്റൻസി ഇല്ലാന്ന് പറയുന്ന ആളും കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെയും അതേപോലെ തന്നെ ഉച്ചയ്ക്കും അതേപോലെ രാത്രിയും അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ കുളിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ ബാത്റൂം യൂസ് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പൊ അതിന് എപ്പോഴും നിങ്ങൾ ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പറയുക, ഐ ആം ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ ഫോളോ ത്രൂ. ഓക്കെ, ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്, എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്ന കൺസിസ്റ്റൻസി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക, പറയാം. നിങ്ങളെപ്പോഴും അതിന് വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. എന്നിട്ട് നിങ്ങൾ സിസ്റ്റത്തിലേക്ക് വരിക. നിങ്ങൾ വിജയിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം നിങ്ങളെ വിജയിപ്പിക്കും. സിസ്റ്റം ഒരിക്കലും പരാജയപ്പെടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ 4:30 എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്നു. യു ആർ സെറ്റ് അലാം ഫോർ ദാറ്റ്. നിങ്ങൾ അതിനു വേണ്ടി അലാം സെറ്റ് ചെയ്യുന്നു. ആ അലാം ഫെയിൽ ആവുമോ? അലാം അടിക്കൂലേ? കറക്റ്റ് 4:30 അലാം അടിക്കൂലേ? യെസ് ഓർ നോ? നിങ്ങൾ വെച്ച് 4:30 അലാം അടിക്കൂല്ലേ? യെസ് ഓർ നോ? യെസ് അല്ലേ? കാരണം എന്താ? ഇറ്റ്സ് എ സിസ്റ്റം. ആ സിസ്റ്റം പരാജയപ്പെടില്ല. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് തന്നെ വരികയാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, യു നീഡ് എ സിസ്റ്റം. ഓക്കെ, എപ്പോഴും നിങ്ങൾ പറയാം, ഐ ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, ഐ നീഡ് എ സിസ്റ്റം. എനിക്കൊരു മോട്ടിവേഷൻ അല്ല ആവശ്യം, എനിക്ക് വേണ്ടത് ഒരു സിസ്റ്റമാണ്. ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ മാറുക. ആ സിസ്റ്റം നിങ്ങളുടെ ലൈഫിനെ രക്ഷപ്പെടും. ആ സിസ്റ്റം നിങ്ങളെ ലൈഫിന് എന്ത് ചെയ്യും? രക്ഷപ്പെടുത്തും. അടുത്തൊരു 5ാം വാർഷികം അല്ലെങ്കിൽ 5ാമത്തെ വാർഷികമായിട്ട് നമ്മൾ ബി മാജിക്കിനെ നമ്മൾ അനൗൺസ് ചെയ്യും. അത് എങ്ങനെയാണ് നമുക്ക് 5ാം വാർഷികം അനൗൺസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബി മാജിക്കിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു ലീഡേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ. ആ സിസ്റ്റം ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് ബി മാജിക് ഹൈപ്പിലേക്ക് പോകും. ആ സിസ്റ്റത്തിൽ പാളിച്ചു വരുമ്പോഴാണ് ബി മാജിക്കിൽ ആളുകൾ പറയാം. ഓക്കെ, ഞാൻ എപ്പോഴാണോ ബി മാജിക്കിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, എപ്പോഴാണോ അതിന്റെ സിസ്റ്റത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യിക്കുന്നത്, അപ്പൊ ബി മാജിക് ഹൈപ്പിലേക്ക് വരും. ഓക്കെ, ഞാൻ എപ്പോഴാണോ ബി മാജിക്കിന്റെ സിസ്റ്റത്തിൽ ചെറിയ ചെറിയ ഒരു പാളിച്ചകൾ വരുമ്പോൾ ഞാൻ അതിലേക്ക് അത്ര എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അപ്പൊ ബി മാജിക്കിന്റെ സിസ്റ്റം ലോയിലേക്ക് വരും. ഓക്കെ, സോ സെയിം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തു നോക്കുക, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുക, മോട്ടിവേഷനിലേക്കല്ല. ആ സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യും? ഡെഫിനറ്റ്ലി നിങ്ങളെ അത് സക്സസ്ഫുൾ പേഴ്സൺ ആക്കും, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, നിങ്ങൾ സക്സസ്ഫുൾ പേഴ്സൺ ആക്കും ആ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവും, നോ ഡൗട്ട്സ്. എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും, നോ ഡൗട്ട്സ്. നിങ്ങളുടെ ഹെൽത്തിൽ ഗ്രോത്ത് ഉണ്ടാവും, നോ ഡൗട്ട്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവും, നോ ഡൗട്ട്സ്. നിങ്ങളുടെ ഫാമിലിയിൽ ഗ്രോത്ത് ഉണ്ടാവും, നോ ഡൗട്ട്സ്. ഓക്കെ, നിങ്ങൾ സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങളുടെ നാനാഭാഗത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് ഗ്രോത്ത് ആവാൻ സാധിക്കും. നിങ്ങൾ സിസ്റ്റത്തിലല്ലെങ്കിലോ നിങ്ങളുടെ എല്ലാ ഭാഗവും സ്ട്രഗ്ലിംഗിലായിരിക്കും. സോ ബി എ സിസ്റ്റമാറ്റിക് പേഴ്സൺ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ സർ ഇവിടെ ഷെയർ ചെയ്തു. സോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
ഹലോ, കേൾക്കുന്നുണ്ടോ? മച്ച് മോർണിംഗ്. യെസ് നൗഫൽ സർ. കൺസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ ഇതിൽ എഴുതിയ അഫർമേഷന്റെ ഡേറ്റ് ഒക്കെ ഒന്ന് വെറുതെ നോക്കി ഡയറി എഴുതിയപ്പോ ഇതിൽ ഡേറ്റ് 9/2/2021. അന്ന് മുതൽ ബിമാജിക്കിന്ന് ഞാൻ ചെയ്തു പോരുന്ന ഓരോ ഫോളോ അപ്പ് കാര്യങ്ങൾ. അപ്പം സാറ് പറഞ്ഞതുപോലെ വളരെ കറക്റ്റാണ്. ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതിലുള്ള ആളുകളായിട്ടൊക്കെ എപ്പോഴും ഒരു ചർച്ച ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ആയാലും നമ്മളിത് എന്താക്കും, ഇതിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പോകും. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ ചർച്ചകളൊന്നുമില്ല, മീറ്റപ്പുകളൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്താകും, ഇത് മൈൻഡിൽ നിന്ന് പോയിട്ട് നമ്മളെ ബിസിനസ് കാര്യങ്ങളോ വീട്ടുകാര്യങ്ങളോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. ഇതിലൊരു സബ് ഗ്രൂപ്പോ അതിലെപ്പോഴും ഒരു ചർച്ചയും ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതെപ്പോഴും നമ്മളെ മൈൻഡിൽ ഉണ്ടാവും, നാളെ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന അന്നൊക്കെ നല്ല മെച്ചം ഉണ്ടായിരുന്നു. കാരണം ഇതിലിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗ് വാക്ക് എന്നിപ്പോൾ ഞാൻ എഴുതിയത്. മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ ഈ ബിമാജിക്ക് തുടങ്ങിയ സമയം മുതൽ എനിക്ക് ഓർമ്മ വന്നത് 7ാമത്തെ 8ാമത്തെ ഒക്കെ ക്ലാസ് മുതൽ ഞാൻ എക്കാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഇവരുടെ ഓഫീസിൻ്റെ അടുത്ത്. സാർ ഓർക്കുന്നുണ്ടോ അറിയില്ല. ആ എക്കാപ്പറമ്പ് നിന്ന് ഞാൻ കൊണ്ടോട്ടി ഇവരുടെ ഓഫീസിലേക്ക് വരെ നടന്നായിരുന്നു വരിക. അത് വളരെ ഇറക്കമുള്ളത്, തിരിച്ച് ഫുള്ള് കയറ്റാ. പക്ഷെ അന്ന് അത്രയും എഫേർട്ട് എടുത്തിരുന്നു. ഇന്നിപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് നല്ല സ്ട്രൈറ്റ് റോഡായാലും പോകാൻ മടിയാണ്. അപ്പോൾ അന്നൊക്കെ അത്രയും താല്പര്യം, അന്ന് ഈ ബിമാജിക്കിൽ അതിൻ്റെ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടും അതേപോലെ മറ്റുള്ള ആളുകളുടെ മുന്നിലെത്താൻ വേണ്ടിയിട്ടൊക്കെ എക്കാപ്പറമ്പ് മുതൽ കൊണ്ടോട്ടി അങ്ങാടി വരെ ഡെയിലി നടക്കുമായിരുന്നു. അന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു പനി വരെ വന്നാൽ പോലും നടക്കും. അതേപോലെ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്, വിഷ്വലൈസേഷൻ, വിഷൻ ബോർഡ് ഉണ്ടാക്കുക, എക്സസൈസ്, മ്യൂസിക് കേൾക്കും, സെൽഫ് ടോക്ക്, ബുക്ക് റീഡിങ്, ടു ഡു ലിസ്റ്റ്. അത് കറക്റ്റ് ഒരു 3 വർഷം വരെ ഫോളോ ചെയ്തൊക്കെ പോയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 1000 ക്ലാസ്സെങ്കിലും ഇതിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ തിരക്ക് കാരണം അതേപോലെ ഇതിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു, ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ലാഗായപ്പോൾ അതേപോലെ മീറ്റിംഗ് ഇല്ലാതായി. അങ്ങനെയൊക്കെ വന്നപ്പം കൺസിസ്റ്റൻസി സത്യം പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി. അപ്പം അതൊക്കെ ചെയ്തിരുന്ന കാലത്ത് വളരെ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. സാർ പറഞ്ഞ പോലെ തന്നെ വളരെ മെച്ചപ്പെട്ടിരുന്നു. ഈ ബിമാജിക്കിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ബുക്ക് റീഡിങ്. അപ്പോൾ അത് ഒന്നാമത് നമുക്കൊരു താല്പര്യം ജനിക്കണം എന്നുള്ളതായിരുന്നു. സാറ് പറഞ്ഞ പോലെ ഈ ഖദീജ എന്നുള്ള ബുക്ക് ഞാൻ വാങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു. ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ ബുക്ക് തൊടുക പോലും ഉണ്ടാവില്ല, ടേബിളിലുണ്ടാവും സാർ പറഞ്ഞ പോലെ എന്നും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു താല്പര്യം ജനിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. താല്പര്യം ജനിക്കുകയാണെങ്കിൽ നമ്മൾ എന്തും ചെയ്യും, ഏതറ്റം വരെ ഒക്കെ പോകും. താങ്ക് യു ഓൾ. താങ്ക് യു നൗഫൽ ഭായ്. താങ്ക് യു നൗഫൽ സർ. ഓക്കെ. ഹലോ സാർ. ഹലോ. ഞാനില്ലേ 7 ഡേ ചലഞ്ചായിട്ട് ഒരു 20,000 7 ദിവസം കൊണ്ട് കിട്ടണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ എമൗണ്ട് ഞാൻ നേടി. താങ്ക് യു ബീന. ഓക്കെ, ഞാനതാ പറയുന്നത്, സിസ്റ്റം ഓൾവേസ് ഗിവ് യു ഫിനാൻഷ്യൽ ഗ്രോത്ത്. ഓക്കെ, അതിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് യു ഡോണ്ട് ഹാവ് എ സിസ്റ്റം. ഓക്കെ, ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്ന സാധനമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ഡോണ്ട് ഹാവ് എ സിസ്റ്റം. ഐ ഡോണ്ട് ഹാവ് എ സിസ്റ്റം. സോ എന്ത് ചെയ്യുക, സിസ്റ്റത്തിന്റെ അണ്ടറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. താങ്ക് യു ബീന മാം. താങ്ക് യു സാർ. നെക്സ്റ്റ് 7 ഡേയ്സിലേക്ക് ഈ ഗ്രൂപ്പിലേക്ക് ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്? ഇപ്പൊ നിലവിലില്ലാത്ത ആൾക്കാർക്ക് ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ചാറ്റ് ബോക്സിൽ. അത് ഷൈനി മാം പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടോ, എങ്ങനെയാണ്? പ്രത്യേക ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സർ. വെരി ഗുഡ് ഷൈനി, താങ്ക് യു. അതിൽ എന്നെ ഒന്ന് ആഡ് ചെയ്യുക. അതേപോലെ ആർക്കാണ് ഇനി ഇപ്പം പങ്കെടുക്കാത്ത ആർക്കാണ് 7 ഡേയ്സിലേക്ക്, അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഫിൽട്രേഷൻ ചെയ്യണം. ഓക്കെ, അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവരുത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾ ഉണ്ടാകരുത്. അതിൽ നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന അത്രയും ആളുകൾ, അതിന്റെ റൂളുകൾ പാലിക്കാത്ത ആളുകളെ 2 or 3 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് പാലിക്കുന്നില്ലെങ്കിൽ റിമൂവ് ദം, അവരെ പിന്നെ അതിലേക്ക് എടുക്കരുത്. ഓക്കെ, നിങ്ങളൊരു ക്വാളിറ്റി ഓഫ് പീപ്പിളിനെയാണ് നിങ്ങൾ മേക്ക് ചെയ്തിരിക്കേണ്ടത്. ആ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾക്ക് അതിന് നിങ്ങൾ ഡിസേർവ്ഡ് അല്ല അവർ. ഓക്കെ, ഈവൻ ആരാണെങ്കിലും അതിന്റെ റൂളുകൾ പാലിക്കുന്നില്ലെങ്കിൽ അവരെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കണം. 2 or 3 ദിവസം അവർ പറയുന്നില്ല, അല്ലെങ്കിൽ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ മേബി ഒരാൾ യാത്രയിലായിട്ടായിരിക്കും, പക്ഷെ അയാൾ എന്ത് പറയുന്നില്ല, അയാൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിനെ ബഹുമാനിക്കാത്ത ഒരാളെ, ഓക്കെ, അമ്പലത്തിനെ ബഹുമാനിക്കാത്ത ഒരാളെ, പള്ളിനെ ബഹുമാനിക്കാത്ത ഒരാളെ അവർക്ക് കിടക്കാനുള്ള അർഹത ഇല്ല. ഉണ്ടോ? അമ്പലത്തിലേക്ക് ആരെങ്കിലും ചെരിപ്പിട്ട് കിടക്കുമോ?
പള്ളിയിലൊക്കെ ചെരുപ്പിട്ട് കിടക്കുമോ? എനിക്ക് അമ്പലം പള്ളിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് അമ്പലത്തിൽ കിടക്കുമോ? അയാൾ ചെരുപ്പിട്ട് കിടക്കുക, അയാൾക്ക് ദൈവത്തിന് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിന്, നിങ്ങളുടെ സിസ്റ്റത്തിന് റെസ്പെക്ട് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ അതിലേക്ക് അടുപ്പിക്കരുത്. നിങ്ങൾ എന്ത് ചോദിച്ചാൽ ബാക്കിയുള്ള ആളുകളും കൂടി അത് പിന്നെ താഴോട്ട് കൊണ്ടുപോകും. ഓക്കെ, അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജിനെ കളയും. ആരാണോ ആ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവരെ പെട്ടെന്ന് ഒഴിവാക്കണം. അവരെ പിന്നെ അതിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എക്സ്ക്യൂസസ് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ പതുക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഒരു ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് ആ ഗ്രൂപ്പിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, ക്വാളിറ്റി ഓഫ് പീപ്പിൾ, എല്ലാവർക്കും വന്നിട്ട് കയറാനുള്ള ഗ്രൂപ്പായിട്ട് എല്ലാവർക്കുള്ള ഡോർ ഓപ്പൺ ആയിട്ട് കൊടുക്കുക. ഒരാൾ വരുമ്പോൾ തന്നെ അയാൾ പറയാം നമുക്ക് ഇങ്ങനെ പോളിസി ഉണ്ട്, ഈ പോളിസി കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഓക്കെ, പോളിസി അയാൾ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഒരു വാണിംഗ് കൊടുക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു പോളിസി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഒരു ചാൻസും കൂടെ, സെക്കൻഡ് ഒരു ചാൻസും കൂടെ കൊടുക്കുക, മൂന്നാമതൊരു ചാൻസ് കൊടുത്തത്, തേർഡിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം, അവർ ഒഴിവാക്കിയേക്കണം. ഓക്കെ, അതിന് അവിടെ ഒരു ഇമോഷണലി നിങ്ങൾ കണക്ട് ആവേണ്ട, നത്തിങ് പേഴ്സണൽ. ആ ഒരു പ്രൊഫഷണൽസിൽ കൊണ്ടുവരും. ഞാൻ അറിയുന്ന ആളല്ലേ, അല്ലെങ്കിൽ സേഫ് സാർ അല്ലേ, അല്ലെങ്കിൽ റസാഖ് സാർ അല്ലേ, അല്ലെങ്കിൽ നൗഫിൽ സാർ അല്ലേ, നോ. ഓക്കെ, ആ സിസ്റ്റത്തിനെ ബഹുമാനിക്കാത്ത ആരാണെങ്കിലും ഇൻക്ലൂഡിങ് ഞാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒഴിവാക്കും. ക്ലിയർ ആണോ? സോ 7 ഡേയ്സിലേക്ക് ജ്ഞാനം മാമും കൂടെ ആടാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സുനിൽ സാറും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സുനിൽ സാറിന് ആഡ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, നമ്പർ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ജ്ഞാന മാമിന്റെ നമ്പറില്ല, സുനിൽ സാറിന്റെ നമ്പർ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്പറൊക്കെ ഉണ്ടാവും. ഷമീറ മാം, സംഭവം ഈസ് കോൾ ഷിന. ഓക്കെ, ഷിനൊക്കെ ഒന്ന് ഷൈലി മാമിന്റെ അല്ലെങ്കിൽ ആരുടെ നമ്പറെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ, അവർ അതിൽ കോൺടാക്ട് ചെയ്തോട്ടെ. ആഡ് ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ റസാഖ് സാർ ആരാണ് അതിന്റെ ദേശമെങ്കിൽ ഒരു നമ്പർ ഒന്ന് കമന്റ് ചെയ്തു. ജസ്റ്റ് ആ ഗ്രൂപ്പ് കേട്ടാൽ മതി, എന്നാ പിന്നെ ആവശ്യമുള്ളവർ വന്നോളും. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വന്ന ആളുകൾ ചെയ്യണില്ലെങ്കിൽ അപ്പൊ റിമൂവ് ചെയ്യണം. ശരി, ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിന് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, നമ്മൾ ഗ്രൂപ്പിനൊരു ഇത് വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാരണം അജിസാമ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, രാവിലത്തെ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ യെസ് എന്ന് കമന്റ് ചെയ്യാൻ. ആ യെസ് എന്ന് കമന്റ് ചെയ്തവർ മാത്രമേ ഇനി ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. നല്ലതാണ്, നല്ലതാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ബിമാജിക് പണ്ട് നിങ്ങൾക്ക് പൈസക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇനി നിങ്ങൾക്ക് അത് പൈസക്ക് മേടിക്കാൻ പറ്റാത്ത കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. യു കാൻ ബൈ വിത്ത് മണി. ചില സംഭവങ്ങൾ അങ്ങനെയല്ലേ, പൈസക്ക് നമുക്ക് മേടിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ആക്കി നിങ്ങൾ ബിമാജിക്കിനെ മാറ്റണം. ഓൺലി ഫോർ ക്വാളിറ്റി പീപ്പിൾസ്. ഞാനത് അത്ര ഉണ്ടാവുള്ളൂ, അതിലൊരു രക്ഷയില്ല. കാരണം നമുക്ക് ഒരു 1000 ആളുകളുടെ ഗ്രൂപ്പ് ഇവിടെ ആവശ്യമില്ല, 1000 പേരുടെ ഗ്രൂപ്പ് ആവശ്യമില്ല, 10 ആൾ മതി. ആ 10 ആളുകൾ രാവിലത്തെ ഈ മീറ്റിംഗിൽ വരാതെ ആ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് എന്ത് പ്രയോജനമുള്ളത്? എനിക്കും പ്രയോജനമില്ല, നിങ്ങൾക്കും പ്രയോജനമില്ല, ഓഫീസാറിനും പ്രയോജനമില്ല, അജിസാ മാമിനും പ്രയോജനമില്ല. പിന്നെ എന്തിനാ നമ്മൾ അവിടെ ഇരിക്കുന്നത് വെറുതെ? അത്രയും പറഞ്ഞപ്പോ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പൊ ആ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇപ്പൊ നിലവിൽ ഷൈനിമേം ഉണ്ടാക്കിയേ, അതിപ്പോ ഞാൻ ആഡ് ആയെന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ കറക്റ്റ് കാര്യങ്ങൾ എല്ലാ മെമ്പേഴ്സും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഞാനും ചെയ്തു ഇതുവരെ. അപ്പോൾ കുറെ ആളുകൾ കൂട്ടിയ സേഫ് സാർ പറഞ്ഞ മാതിരി തന്നെ അതിൽ കുറെ ആളുകൾ ചെയ്യൂല, ലാഗ് അടിപ്പിക്കുക. അപ്പോൾ മറ്റുള്ള ആളുകൾ കൂടി തോന്നുകയാണ് ഇത് അവരാരും ചെയ്യുന്നില്ലല്ലോ, ഇനി നമ്മൾ 1-2 ദിവസം ചെയ്തില്ലല്ലോ കുഴപ്പമില്ല എന്നുള്ള തോട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ കറക്റ്റ് ഉള്ള 5-6 4 ഉള്ള ആളുകൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പ്രൊഫസറെ, ഞാനാണെങ്കിലും ശരി, സേഫ് സാർ ആണെങ്കിലും ശരി, റിമൂവ് ഒരു രക്ഷയില്ല. സേഫ് സാർ ചെയ്യുന്നില്ല, റിമൂവ് ചെയ്തോളൂ. ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നെ വെക്കാം. ഞാൻ ചെയ്യണില്ല, എന്നെ റിമൂവ് ചെയ്തോളൂ, ഒരു രക്ഷയില്ല. ഞാൻ ആ ഗ്രൂപ്പിലുണ്ടോ? ആരാണെങ്കിലും റിമൂവ് ചെയ്തേക്കുക. ആ ഒരു സിസ്റ്റത്തിനാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിട്ടുള്ളത്, വ്യക്തിനല്ല. സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ സേഫ് സാറിനോട് ഒരു കാര്യത്തിനോട് താങ്ക് യു പറയാൻ പോവാണ്, അത് വിട്ടുപോയതാണ് നേരത്തെ. 1% നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി സെയിൽസിൽ. അപ്പോൾ ഒരു 5000 ഈ ഒരു 15-20 ദിവസത്തിനുള്ളിൽ, അതായത് 5 രൂപയുടെ കൂടുതൽ വന്നു. കാരണം ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, എങ്ങനെ കച്ചവടം കൂട്ടാം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ ഓരോ ദിവസവും ഒരു 2 ഷോപ്പ് അധികം പിടിക്കുക എന്നുള്ള ഒരു ടാസ്ക് ഏറ്റെടുത്തു. അപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് 20 കട പിടിച്ചു. ആ 20 കടയിൽ ഒരു 13 കട കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു. ശരി, അപ്പോൾ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു.
you so much. Okay. Thank you all. Thank you, sir. Thank you all. Thank you, sir.